Hi everyone, ഇന്നത്തെ വീഡിയോയിൽ സംരംഭകർക്കായിട്ടുള്ള ഗവൺമെന്റിന്റെ താഴെയുള്ള നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സ്കീംസിനെ കുറിച്ച് ആണ് പറയാനായിട്ട് പോകുന്നത്. ഇതിൽ ലോണിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ ലാൻഡ് അതായത് വ്യാവസായിക ഭൂമിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, വെഹിക്കിൾ ലോൺ ഒക്കെ എടുക്കുന്നതിനെ പറ്റി പെടുന്നുണ്ട്. ഇതിന്റെ കോളംസ് വന്നിട്ട് ക്രമ നമ്പർ, സ്വയം തൊഴിൽ നടപ്പിലാക്കുന്ന ഏജൻസിയുടെ പേര്, പദ്ധതി ക്രമ നമ്പർ, പദ്ധതികൾ, ആകെ മുതൽ മുടക്കിന്റെ പരിധി അല്ലെങ്കിൽ സബ്സിഡി നിരക്ക്, ഗുണഭോക്താവിന്റെ പ്രായപരിധി, ഗുണഭോക്താവിന്റെ വരുമാന പരിധി, ഗുണഭോക്താവിന്റെ മറ്റ് യോഗ്യതകൾ, ഏതുതരം പദ്ധതിക്കാണ് ആനുകൂല്യം നൽകുന്നത്, ബന്ധപ്പെടേണ്ട ഉദ്യോഗസ്ഥന്റെ തസ്തിക, റിമാർക്സ്. എങ്ങനെയാണ് ഈ ഒരു കോളംസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ഇതിൽ ആദ്യം തന്നെ പറയുന്നത് ജില്ലാ വ്യവസായ കേന്ദ്രം അതായത് DICയുടെ താഴെയുള്ള 5 സ്കീംസിനെ കുറിച്ചിട്ടാണ്. ഇതിൽ ആദ്യത്തെ സ്കീമിൻ്റെ പേര് PMEGP എന്നാണ്. PMEGPയുടെ ലോണിനെ പറ്റിയിട്ട് നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഒരു ധാരണ ഉണ്ടാവും. ഇത് ഉൽപ്പാദന മേഖലയിൽ അതായത് മാനുഫാക്ചറിങ് സെക്ടറിൽ 25 ലക്ഷം രൂപ വരെയും സർവീസ് സെക്ടർ അല്ലെങ്കിൽ സേവന മേഖലയിൽ 10 ലക്ഷം രൂപ വരെയുള്ള സംരംഭങ്ങൾക്കാണ് ഇവർ ഫണ്ട് ചെയ്യുന്നത്. PMEGP എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാമിൻ്റെ ഷോർട്ട് ഫോമാണ്. സബ്സിഡി ഈ ഒരു PMEGP ലോണിന് 15% മുതൽ 35% വരെ സബ്സിഡി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ലോൺ എടുക്കുന്നതിനായിട്ട് പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഗുണഭോക്താവിൻ്റെ വരുമാന പരിധി ബാധകമല്ല, മറ്റ് യോഗ്യതകളായിട്ട് ഒന്നും തന്നെ ബാധകമല്ല. ഏത് തരം പദ്ധതിക്കാണ് ആനുകൂല്യം നൽകുന്നതെന്ന് വെച്ചാൽ ഉൽപ്പാദനം, സേവന സംരംഭങ്ങൾക്കാണ്. ഈ ഒരു സ്കീമിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ബന്ധപ്പെടേണ്ട ഉദ്യോഗസ്ഥൻ്റെ തസ്തിക ജില്ലാ വ്യവസായ കേന്ദ്രം, താലൂക്ക് വ്യവസായ ഓഫീസുകൾ, വ്യവസായ വികസന ഓഫീസർ ബ്ലോക്ക് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി. ഈ ഒരു സ്കീമിൻ്റെ റിമാർക്സ് കോളത്തിൽ നമുക്ക് കാണാം, വ്യക്തിഗത അപേക്ഷകൾ മാത്രം, ഫാം, ഓട്ടോ, മദ്യം, മത്സ്യം, മാംസം എന്നിവയുടെ സംസ്കരണത്തിന് വായ്പ ലഭിക്കുന്നതല്ല എന്നുള്ളത്. ഇതിൽ തന്നെ രണ്ടാമത്തെ സ്കീമിൻ്റെ പേരാണ് ESS അഥവാ ഓൺട്രപ്രനർ സപ്പോർട്ട് സ്കീം. ഈ ഒരു സ്കീം പ്രകാരം ആകെ മുതൽ മുടക്കിൻ്റെ പരിധി എന്ന് പറഞ്ഞൊരു പരിധിയില്ല. സബ്സിഡി 15 മുതൽ 30% വരെ സബ്സിഡി ലഭിക്കും. സബ്സിഡിയുടെ പരമാവധി നമുക്ക് ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് 30 ലക്ഷം രൂപയാണ്. ഈ ഒരു സ്കീം എടുക്കുന്നതിനായിട്ട് പ്രായപരിധിയില്ല, വരുമാന പരിധിയില്ല, വേറെ മറ്റ് യോഗ്യതകളൊന്നും തന്നെ ബാധകമല്ല. ഉൽപ്പാദന സംരംഭങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു ലോൺ അവൈലബിൾ ആയിട്ടുള്ളത്. ബന്ധപ്പെടേണ്ട ഉദ്യോഗസ്ഥൻ്റെ തസ്തിക എന്ന് പറയുന്നത് ജനറൽ മാനേജർ അല്ലെങ്കിൽ ജില്ലാ വ്യവസായ കേന്ദ്രം എന്നുള്ളതാണ്. ഈ ഒരു സ്കീം പ്രൊപ്പറേറ്റർഷിപ്പിനും പാർട്ട്ണർഷിപ്പിനും കമ്പനി മറ്റ് നിയമാനുസൃത സംവിധാനങ്ങളിലുള്ളവർക്കും ഈ ഒരു ലോൺ എടുക്കാവുന്നതാണ്. ഇതിൻ്റെ മൂന്നാമത്തെ പദ്ധതി എന്ന് പറയുന്നത് കൈത്തറി സ്വയം തൊഴിൽ പദ്ധതിയാണ്. പരമാവധി 4 ലക്ഷം രൂപ വരെ 40% സബ്സിഡി ആയിട്ട് ലഭിക്കുന്നത്. 18 വയസ്സ് കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ് പ്രായപരിധി. വരുമാന പരിധിയില്ല. മറ്റ് യോഗ്യതകളിൽ പെടുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നുള്ളതാണ്. ഏതുതരം പദ്ധതിക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത് എന്നുള്ളത് കൈത്തറി വ്യവസായം, വസ്ത്രനിർമ്മാണം. ഡെപ്യൂട്ടി രജിസ്ട്രാർ അല്ലെങ്കിൽ ജനറൽ മാനേജറാണ് ബന്ധപ്പെടേണ്ട ഉദ്യോഗസ്ഥൻ്റെ തസ്തിക. നാലാമത്തത് ഏകജാലക ക്ലിയറൻസ് അഥവാ സിംഗിൾ വിൻഡോ ക്ലിയറൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതിനായിട്ട് ആകെ മുതൽ മുടക്കിൻ്റെ പരിധിയോ സബ്സിഡി നിരക്കോ ബാധകമല്ല, ഗുണഭോക്താവിൻ്റെ പ്രായപരിധി ബാധകമല്ല, വരുമാന പരിധി ബാധകമല്ല, മറ്റ് യോഗ്യതകളൊന്നും തന്നെ ബാധകമല്ല. ഉൽപാദനം, സേവന സംരംഭങ്ങൾക്ക് ഈ ഒരു പദ്ധതി ലഭിക്കുന്നതാണ്. ബന്ധപ്പെടേണ്ട ഉദ്യോഗസ്ഥൻ്റെ തസ്തിക എന്ന് പറയുന്നത് ജനറൽ മാനേജർ, ജില്ലാ വ്യവസായ കേന്ദ്രം. ഈ ഒരു പദ്ധതി പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനാവശ്യമായിട്ടുള്ള ലൈസൻസുകളും ക്ലിയറൻസുകളും ഏകജാലകത്തിലൂടെ നൽകുന്നു എന്നുള്ളതാണ്. അഞ്ചാമത്തത് വ്യവസായ പ്ലോട്ടുകൾ, വ്യവസായ പ്രദേശങ്ങൾ എന്നിവ കൊടുക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ്. ആകെ മുതൽ മുടക്കിൻ്റെ പരിധി അല്ലെങ്കിൽ സബ്സിഡി നിരക്ക് ബാധകമല്ല, ഗുണഭോക്താവിൻ്റെ പ്രായപരിധി ബാധകമല്ല, വരുമാന പരിധി ബാധകമല്ല, മറ്റ് യോഗ്യതകളൊന്നും തന്നെ ബാധകമല്ല. ഇത് ലഭിക്കുന്നത് ഉൽപ്പാദനം സംരംഭങ്ങൾക്കാണ്. ബന്ധപ്പെടേണ്ട ഉദ്യോഗസ്ഥൻ്റെ തസ്തിക ജനറൽ മാനേജർ, ജില്ലാ വ്യവസായ കേന്ദ്രം. റിമാർക്സിൽ കൊടുത്തിട്ടുള്ളത് വ്യവസായങ്ങൾ തുടങ്ങുന്നതിനായിട്ടുള്ള സ്ഥലം അല്ലെങ്കിൽ കെട്ടിടങ്ങൾ കുറഞ്ഞ നിരക്കിൽ നൽകുന്നു എന്നുള്ളതാണ്. അതായത് മാനുഫാക്ചറിങ് യൂണിറ്റ്സിന് സ്പേസ്, ഇൻഡസ്ട്രിയൽ ലാൻഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീമാണിത്. കിൻഫ്ര ഒക്കെ മുഖേന നമുക്കൊരു ഇൻഡസ്ട്രിയൽ സ്പേസ് അലോട്ട് ചെയ്യുന്ന ഒരു പദ്ധതിയാണിത്. സാധാരണത്തേക്കാൾ കുറഞ്ഞ നിരക്കിലായിരിക്കും നമുക്കിത് അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഇത്രയുമാണ് ജില്ലാ വ്യവസായ കേന്ദ്രം വഴി നടപ്പിലാക്കുന്ന പദ്ധതികൾ. ഇനി നമുക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയുള്ള പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ സ്കീമാണ് KESRU അഥവാ കേരള സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീം ഫോർ ദി രജിസ്റ്റേർഡ് അൺഎംപ്ലോയിഡ്.
ഈ ഒരു പദ്ധതി പ്രകാരം ബിസിനസ് തുടങ്ങാനായിട്ട് മാക്സിമം 1 ലക്ഷം രൂപ വരെ ലഭിക്കുന്നതാണ്. ഈ ഒരു 1 ലക്ഷം രൂപയിൽ 20% ഗവൺമെൻറ് സബ്സിഡിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രായപരിധി വന്നിട്ട് 21 വയസ്സ് മുതൽ 50 വയസ്സ് വരെയാണ്. വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ കവിയരുത്. മറ്റ് യോഗ്യതകളൊന്നും ബാധകമല്ല. ചെറുകിട വ്യവസായം, കച്ചവടം, സർവീസ്, കൃഷി, മൃഗസംരക്ഷണം എന്നീ സംരംഭങ്ങൾക്ക് ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതാണ്. ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ആണ് ബന്ധപ്പെടേണ്ട ഉദ്യോഗസ്ഥൻ്റെ തസ്തിക. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ താഴെ വരുന്ന അടുത്ത പദ്ധതിയാണ് ശരണ്യ. മാക്സിമം 50,000 രൂപ വരെയുള്ള ബിസിനസ്സുകൾക്കാണ് ഇത് ലഭിക്കുന്നത്. 50% സബ്സിഡി നിരക്ക് വരുന്നത്. ഇത് എടുക്കാനായിട്ട് 18 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ കവിയരുത്. മറ്റ് യോഗ്യതകൾ ബാധകമല്ല. ചെറുകിട വ്യവസായം, കച്ചവടം, സർവീസ്, കൃഷി, മൃഗസംരക്ഷണം എന്നിവയ്ക്ക് ഈ ഒരു ലോൺ എടുക്കാവുന്നതാണ്. ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ആണ് ബന്ധപ്പെടേണ്ട ഉദ്യോഗസ്ഥൻ്റെ തസ്തിക. വിധവകൾക്കും വിവാഹബന്ധം ഏർപ്പെടുത്തിയവർക്കും വികലാംഗ വനിതകൾക്കും പട്ടികവർഗത്തിൽപ്പെട്ട അവിവാഹിതരായ അമ്മമാർക്കും 30 വയസ്സ് പൂർത്തിയായ അവിവാഹിതരായ സ്ത്രീകളും മാരക രോഗമുള്ളവരുടെ ഭാര്യമാർക്കും അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത പദ്ധതിയുടെ പേരാണ് മൾട്ടിപർപ്പസ് സർവീസ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ജോബ് ക്ലബ്സ് എന്നുള്ളത്. ആകെ മുതൽ മുടക്കിൻ്റെ പരിധി 10 ലക്ഷം രൂപയാണ്. 25% സബ്സിഡി ആയിട്ട് ലഭിക്കുന്നത്. 21 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ കവിയരുത്. 2 മുതൽ 5 വരെ അംഗങ്ങളുള്ള ഗ്രൂപ്പുകൾക്കാണ് ഇത് നൽകുന്നത്. എല്ലാത്തരം സ്വയം തൊഴിൽ, ചെറുകിട വ്യവസായം, കച്ചവടം, സർവീസ്, കൃഷി, മൃഗസംരക്ഷണം തുടങ്ങിയിട്ടുള്ള പദ്ധതികൾക്കാണ് ഈ ആനുകൂല്യം നൽകുന്നത്. ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ആണ് ബന്ധപ്പെടേണ്ട ഉദ്യോഗസ്ഥൻ്റെ തസ്തിക. അടുത്ത സ്കീമിൻ്റെ പേരാണ് കൈവല്യ. 50,000 രൂപ വരെയാണ് ആകെ മുതൽ മുടക്കിൻ്റെ പരിധി. സബ്സിഡി 50%. 50,000 രൂപയ്ക്ക് മുകളിലുള്ളതിന് പലിശ വരുന്നതാണ്. 21 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. വാർഷിക വരുമാനം 2 ലക്ഷത്തിൽ കവിയരുത്. അംഗപരിമിതർക്കാണ് ഇത് അപേക്ഷിക്കാനായിട്ട് പറ്റുന്നത്. എല്ലാത്തരം സ്വയം തൊഴിൽ, ചെറുകിട വ്യവസായം, കച്ചവടം, സർവീസ്, കൃഷി, മൃഗസംരക്ഷണം പദ്ധതികൾക്ക് ഈ ഒരു ആനുകൂല്യം നൽകുന്നതാണ്. വകുപ്പിൻ്റെ സ്വന്തം ഫണ്ടാണിത്. അടുത്തത് ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. എൻ്റെ ഗ്രാമം എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പേര്. 5 ലക്ഷം രൂപ വരെ ആണ് പരമാവധി മുതൽ മുടക്കിൻ്റെ പരിധി. 25% OBCക്ക് സബ്സിഡി ലഭിക്കുന്നത്. സ്ത്രീകൾക്ക് 30% സബ്സിഡി ലഭിക്കുന്നത്. SC/ST കാറ്റഗറിക്ക് 40% വരെ ഗവൺമെൻറ് സബ്സിഡി ലഭിക്കുന്നതാണ്. പ്രായപരിധി വന്നിട്ട് 18 വയസ്സ് കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഗുണഭോക്താവിൻ്റെ വരുമാന പരിധി ഇല്ല. ഗുണഭോക്താവിൻ്റെ മറ്റ് യോഗ്യതകൾ ഗ്രാമപ്രദേശത്ത് താമസിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ്. ഉൽപ്പാദനം, സേവന സംരംഭങ്ങൾ, നെഗറ്റീവ് ലിസ്റ്റിൽ പെടാത്ത എല്ലാ വ്യവസായങ്ങൾക്കും ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതാണ്. പ്രൊജക്ട് ഓഫീസർ ഖാദിയാണ് ബന്ധപ്പെടേണ്ട ഉദ്യോഗസ്ഥൻ്റെ തസ്തിക. നെഗറ്റീവ് ലിസ്റ്റിൽ പെടുന്ന മദ്യം, മാംസം, മത്സ്യം, ഫാം എന്നിവയ്ക്കാണ് ഇത് കിട്ടാത്തത്. നേരത്തെ നമ്മൾ പറഞ്ഞ PMEGP ലോണ് ഖാദി ഗ്രാമ വ്യവസായ ബോർഡും ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷനും നടപ്പിലാക്കുന്നുണ്ട്. ഈ ഏജൻസി അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും മാറുന്നത്. അടുത്തത് കയർ വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ പേര് തൊണ്ട് സംഭരണ പദ്ധതി എന്നാണ്. പച്ച തൊണ്ട് സംഭരിക്കുന്നതിന് 1 തൊണ്ടിന് 25 പൈസയും ഉണക്കത്തൊണ്ട് സംഭരിക്കുന്നതിന് 1 തൊണ്ടിന് 20 പൈസയും നിരക്കിൽ സബ്സിഡി ലഭിക്കും. കൂടാതെ വരുന്നതിന് വാഹന സബ്സിഡിയുമുണ്ട്. 18 വയസ്സ് കഴിഞ്ഞിരിക്കണം. വരുമാന പരിധിയില്ല. മറ്റ് യോഗ്യതകളായിട്ടൊന്നും കൊടുത്തിട്ടില്ല. തൊണ്ട് സംഭരണ പദ്ധതികൾക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത്. കയർ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ കയർ പ്രൊജക്ട് ഓഫീസറിനെയാണ് കോൺടാക്റ്റ് ചെയ്യേണ്ട ആളുടെ തസ്തിക. ഇത് ലഭിക്കാനായിട്ട് DF മില്ലുകൾക്ക് തൊണ്ട് നൽകിയതിനുള്ള ബില്ല് ഹാജരാക്കണം. അടുത്ത സ്കീമിൻ്റെ പേരാണ് ഫൈബറിംഗ് മെഷീൻ സ്ഥാപിക്കൽ. ഇതിനായിട്ട് കുടുംബശ്രീക്ക് 90%, വ്യക്തികൾക്ക് 50% സബ്സിഡി ലഭിക്കുന്നത്. ഗുണഭോക്താവിൻ്റെ പ്രായപരിധി 18 വയസ്സ് കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. വരുമാന പരിധിയില്ല. മറ്റ് യോഗ്യതകൾ ബാധകമല്ല. കയർ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ പ്രൊജക്ട് ഓഫീസർ കയറിനെയാണ് ബന്ധപ്പെടേണ്ടത്. സ്വയം തൊഴിലിനൊപ്പം തൊണ്ട് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. അടുത്തത് കേന്ദ്ര സർക്കാർ സ്വകാര്യ ദേശസൽകൃത ബാങ്കുകൾ വഴി നടപ്പിലാക്കുന്ന മുദ്ര ലോൺ പദ്ധതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പരമാവധി 10 ലക്ഷം രൂപയാണ് മുതൽ മുടക്കിൻ്റെ പരിധി. സബ്സിഡി ഒന്നും തന്നെ ബാധകമല്ല. 18 വയസ്സ് കഴിഞ്ഞിരിക്കണം. ഗുണഭോക്താവിൻ്റെ വരുമാന പരിധി ബാധകമല്ല. മറ്റ് യോഗ്യതകളൊന്നും തന്നെ ബാധകമല്ല.
ഉൽപാദനം, സേവനം, വ്യാപാര വികസനം എന്നീ പദ്ധതികൾക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത്. ബ്രാഞ്ച് മാനേജർമാരാണ് ബന്ധപ്പെടേണ്ട ഉദ്യോഗസ്ഥൻ്റെ തസ്തിക. വായ്പാ അപേക്ഷകർക്ക് പരമാവധി പരിഗണനയാണ് ഈ ഒരു ആനുകൂല്യം വഴി ലഭിക്കുന്നതെന്നാണ് പറയുന്നത്.